എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നന്ദി എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഗ്രാറ്റിറ്റ്യൂഡ് കേവലം ഒരു പ്രാക്ടീസ് മാത്രമാണോ അതോ അതൊരു മനോഭാവമാക്കേണ്ട ഒന്നാണോ എന്നുള്ളതാണ് കാര്യം. നമുക്കറിയാം, ജീവിതം എന്ന് പറയുന്നത് സുഖദുഃഖ സമ്മിശ്രമാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ മുന്നിൽ വരുന്ന വ്യക്തികളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും സന്തോഷം മാത്രം എക്സ്പെക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും സഫറിങ് അനുഭവപ്പെടുന്നത്. ജീവിതത്തിൽ പ്രോപ്പറായിട്ടുള്ള ബൗണ്ടറീസ് ഇല്ലാത്തതും പലരോടും കയറി അറ്റാച്ച്ഡ് ആവുന്നതും മൂലമാണ് നമ്മൾ സഫറിങ്ങിലേക്ക് പോകുന്നത്. എന്നാൽ പ്രോപ്പറായിട്ടുള്ള ബൗണ്ടറീസ് വെക്കുന്നതും അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ പോകുന്നതുമെല്ലാം നമ്മുടെ സഫറിങ്ങിൻ്റെ ആഴം കുറയ്ക്കും. ജീവിതം മുന്നിലേക്ക് വെക്കുന്ന പല വ്യക്തികളും സാഹചര്യങ്ങളും മനോഹരമായ പല ലെസൺസും അഥവാ പാഠങ്ങളും നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം വരുന്നവരാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മൾ എത്രമാത്രം ഉൾക്കൊള്ളുന്നു എന്നുള്ളതും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ കാരണമാകും. പലപ്പോഴും നമ്മൾ അനാവശ്യമായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് വെക്കുന്നത് മൂലം പല വ്യക്തികളും സാഹചര്യങ്ങളും ജീവിതത്തിലേക്ക് വരുന്നത് നമ്മളെ പലതരത്തിലുള്ള ലെസൺസ് പഠിപ്പിക്കാനാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകുന്നു. അതിനാൽ തന്നെ ആദ്യം ചെയ്യേണ്ട കാര്യം ജീവിതത്തിൽ പ്രോപ്പറായിട്ടുള്ള ബൗണ്ടറീസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ജീവിതം മുന്നോട്ടേക്ക് വെക്കുന്ന വ്യക്തികളായിക്കോട്ടെ സാഹചര്യങ്ങളായിക്കോട്ടെ, ആ വരുന്ന ഓരോ വ്യക്തികളും സാഹചര്യങ്ങളും ചിലപ്പോൾ അത് കൈപ്പേറിയ അനുഭവമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ സന്തോഷകരമായിട്ടുള്ള അനുഭവമായിരിക്കാം. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഈ പറയുന്ന വ്യക്തികളും സാഹചര്യങ്ങളുമൊക്കെ നമ്മളെ പലതരത്തിലുള്ള കാര്യങ്ങൾ ലെസൺസ് പഠിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും ആ ലെസൺസ് നമ്മൾ മറന്നു പോകും. വീണ്ടും അറ്റാച്ച്മെൻറ്റിലേക്കും ഒക്കെ നമ്മൾ പോകും. എപ്പോഴും മനസ്സിൽ വെക്കേണ്ട കാര്യം, ജീവിതത്തിൽ ഏത് പേഴ്സൺ വന്നാലും ഏത് സിറ്റുവേഷനിലൂടെ പോയാലും അവരെന്നെ മനോഹരമായിട്ടുള്ള ഒരു പാഠം പഠിപ്പിക്കാൻ വന്നവരാണ് എന്നുള്ളതാണ്. ആ ഒരു മനോഭാവത്തോടെ ജീവിതത്തെ കാണണം. അതുപോലെ തന്നെ മറ്റുള്ളവരെ പഴിചാരാതെ, ഒന്നിലും ഒരു സങ്കടം നിങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കാതെ, എന്തു തന്നെ ആണെങ്കിലും അവരോട് ക്ഷമിച്ച് അവരോട് നന്ദിയുള്ളവരായിരിക്കുക. ആ വ്യക്തിയോട് എന്നുള്ളതല്ല, നമുക്ക് അവർ പകർന്നു തന്ന ആ ഒരു പാഠം, നമ്മുടെ സഫറിങ്ങിൻ്റെ മൂല കാരണമാണ് ആ പാഠം എന്ന് പറയുന്നത്. ആ പാഠം ഉൾക്കൊള്ളുകയും അറ്റ് ദ സെയിം ടൈം ജീവിതത്തോട് നന്ദിയുള്ളവരായിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്.